അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഈവാണ്, അതായത് 31st അന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആവാൻ വേണ്ടി നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. 2026 കടക്കാൻ പോവാണല്ലോ. 2025 എല്ലാ വിഷമങ്ങളും ഒക്കെ മാറ്റിവെച്ച് 2026 സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതേ പുറത്തോട്ട് പോവാണ് കേട്ടോ. രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ അധികം രാത്രിയൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ, ഒരു 7, 8 മണി, 8, 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ ഇടവഴിയിലുള്ള ലൈറ്റിംഗ് ഒക്കെ കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് ആകുമ്പോൾ തന്നെ നിറച്ച് ലൈറ്റ്സ് ആയിരിക്കും. ഞങ്ങളുടെ ആ ഏരിയ മൊത്തം ലൈറ്റായിരിക്കും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ ലൈറ്റ്സ് ഇടുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീടെത്തി. അമ്മച്ചിയാണെങ്കിൽ വഴിയുടെ അവിടെ തന്നെ നിന്നേച്ചു. അപ്പോൾ അമ്മച്ചി ചെന്നപ്പോൾ തന്നെ അതിനെ എടുത്ത്, പിന്നെ അമ്മച്ചി അതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നടന്നു. അപ്പോൾ കുറേ വണ്ടികളും ഉണ്ട് റോഡിലൊക്കെ. കാരണം അവിടെയും കുറേ സെലിബ്രേഷൻസൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അവിടെയാണെങ്കിലും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം. ഞങ്ങളുടെ അവിടെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ അവർ പപ്പാഞ്ഞിനൊക്കെ കത്തിക്കുകയും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പപ്പാഞ്ഞാണ് കേട്ടോ ഇത്. ന്യൂ ഇയറിൻ്റെ അന്ന് 31st അന്ന് രാത്രി അവർ ഈ പപ്പാഞ്ഞിനൊക്കെ കത്തിക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വാതിക്കലാണ് ഈ കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ പപ്പാഞ്ഞിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് ഇട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ വീട്ടിലുള്ള സമയമാണെന്നാണെങ്കിൽ ഞങ്ങൾ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. കാരണം വല്ലതും പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തോട്ടെല്ലാം വീണാലോ. കാരണം അധികം ഗ്യാപ്പൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞങ്ങളുടെ സംഘടനയൊക്കെ ഞങ്ങളും ആ സംഘടനയിലൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടയും അമ്മച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി പള്ളിയിലൊക്കെ പോകും. അവർ പാതിരക്കുറാനൊക്കെ പോകണതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് ഉണ്ടാവില്ല, ഈ കത്തിക്കുന്ന സമയത്തൊന്നും. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത പുൽക്കൂടായിരുന്നു അത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് തന്നെ വഴിയൊക്കെ ഭയങ്കര വിജനമായി കിടക്കുകയാണ്. വഴിയിലൊക്കെ ഒന്നും അധികം വണ്ടികളൊന്നുമില്ല. എല്ലാവരും ഫോട്ടോ വെച്ചിലും അവിടെയൊക്കെ തന്നെയാണല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ പള്ളുരുത്തിൽ തന്നെയുള്ള ഒരു ന്യൂ ഇയർ സെലിബ്രേഷനാണ് കേട്ടോ. പള്ളുരുത്തിലൊരു പറമ്പുണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഇത്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. കാരണം എപ്പോഴും പള്ളുരുത്തി വെളിയിലായിരിക്കും ഈ സെലിബ്രേഷൻ വെക്കുക. പക്ഷേ ഇപ്രാവശ്യം ഈ ഗ്രൗണ്ടിലോട്ട് മാറ്റി നിറച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം, നിറച്ച ആൾക്കാരാണ്, നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര തിരക്കുള്ളപ്പോൾ നമ്മുടെ ഫോട്ടോച്ചിലൊക്കെ എന്ത് തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോച്ചിലുള്ള ഭാഗത്തോട്ടൊന്നും 31st പോകാറില്ല. അമ്മയുടെ ചേട്ടൻ്റെയൊക്കെ കസിൻ്റെയൊക്കെ അവിടെ പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയില്ല. എനിക്കൊന്നാമത്തെ ഇന്ന് രാവിലെ തുടങ്ങി ഒട്ടും, എന്ന് വെച്ചാൽ അന്ന് 31st അന്ന് രാവിലെ തുടങ്ങി എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഒരു 7 മണി വരെയൊക്കെ ഞാൻ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തല ഒന്ന് പയ്യെ പൊങ്ങി തുടങ്ങിയത്. നല്ല ഹെഡേക്കും എല്ലാം കൂടി ആയിട്ട് നല്ല ബോറായിരുന്നു. ഞാൻ വിചാരിച്ചു 31st പോയിന്ന്, എൻ്റെ 31st മൊത്തം കൊള്ളാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഫ്രണ്ടിൽ എല്ലാവരും ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഒരു സാൻഡേയിൽ നിന്ന് അതിന് ചോക്ലേറ്റൊക്കെ കിട്ടി. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ തന്നെ പുറത്ത് ഒരു സാൻഡ് നിൽക്കുന്നുണ്ട്. ആ പുള്ളിയുടെ കൂടെ നിന്ന് പിള്ളേർ ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുള്ളിക്കാരൻ്റെ നിന്നൊരു കോപ്പിക്ക് മിഠായി കിട്ടി. അപ്പോൾ അത് ഈ പള്ളി നേരത്തെ ഇപ്പോൾ വഴിയിലോട്ട് പോയപ്പോഴേക്കും കണ്ടായിരുന്നു. ഇത് എൻ്റെ ഇടവകപ്പള്ളിയാണിത്. അപ്പോൾ അവിടെ ക്രിസ്മസ് ആയപ്പോൾ ഇട്ട ലൈറ്റാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ലൈറ്റല്ലേ, കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇത്രയും ലൈറ്റ് ഇടുന്നത്. അതെൻ്റെ ഇടവകപ്പള്ളിയാണ് കേട്ടോ. എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും എൻ്റെ സ്വന്തം ഇടവകപ്പള്ളി സെൻറ്റ് തോമസ് മോൾ എന്നാണ് പള്ളിയുടെ പേര്. വഴിയൊക്കെ നോക്കിക്കണ്ടേ ഫുള്ള് വിജനമായിട്ട് കിടക്കുക. കാരണം എല്ലാവരും ഫോട്ടോജി ഗ്രൗണ്ടിലായിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ രാത്രിത്തെ ഫുഡും കഴിക്കാൻ പോകാം. രാത്രിത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 10-10 മണി ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ നല്ല വിശന്ന് കത്തിരിക്കുക. ചേട്ടൻ കൂടെ പൊക്കത്ത് ഓരോരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വന്ന് പാടി ഡ്രസ്സൊക്കെ എല്ലാം മാറ്റി കുറച്ച് തുടക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിച്ചിട്ട് വേണമായിരുന്നു ഇനി പൊക്കത്തോട്ട് പോകാനായിട്ട്. കാരണം 31st സെലിബ്രേഷൻ ഞങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ് കുറച്ച് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യാൻ. എനിക്കിഷ്ടം കുറച്ചും കൂടെ ഇഷ്ടം വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. അതാകുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ചേട്ടയൊക്കെ ഓൾറെഡി എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ അവരെല്ലാവരും കൂടി നിൽപ്പുണ്ട്. ഞാനപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പൊക്കത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ അതും എല്ലാവരും കൂടി അവിടെ ഭയങ്കര റോക്കിംഗ് പരിപാടിയും പാട്ടും ലൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര സെലിബ്രേറ്റ് മൂഡിലൊക്കെ ആയിരുന്നു. ഞാനും ചെന്ന് കുറച്ച് തുള്ളാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അങ്കിൾ ആൻറ്റിയൊക്കെ വന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കണേ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിന് ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെ എല്ലാവരും കൂടെ ആർത്ത് വിളിച്ച് ഒച്ചയെടുത്ത് നമ്മുടെ 2026 അങ്ങോട്ട് സ്വാഗതം ചെയ്തു. അപ്പോൾ സ്വാഗതം ചെയ്തപ്പോൾ കേക്ക് കട്ടും കൂടിയാണ് സ്വാഗതം ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ അതും സുജിയും കൂടിയായിരുന്നു കേക്ക് മുറിച്ചത്. 2026 ആദ്യത്തെ കേക്ക് മുറിച്ച് അവർ രണ്ടുപേരും കൂടിയായിരുന്നു. അങ്ങനെ ആദ്യം എല്ലാവർക്കും കേക്ക് കൊണ്ടു കൊടുത്തു. പപ്പക്കും എനിക്കും, പപ്പയും ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. ചേട്ടനെ ഞാൻ മിക്കപ്പോഴും പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മധുരം 2026 തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു വായിലൊരു സ്വീറ്റ് ഒരു മധുരം വെച്ചിട്ടൊക്കെ അത് തുടങ്ങാമല്ലോ. ഈ ഒരു വർഷം ഫുള്ള് എല്ലാവർക്കും മധുരിതമാവട്ടെ എന്നുള്ള രീതിയിൽ കേക്കൊക്കെ മുറിച്ച് നല്ല രീതിയിൽ തന്നെ അങ്ങനെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വീട്ടുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താണ് പോകുന്നതെന്നാണെങ്കിൽ വീട്ടുകാരുണ്ടാവത്തില്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. കസിൻസ് പിള്ളേരും അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അപ്പുറത്തുള്ള, അതായത് ഞങ്ങളുടെ അവിടെ തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഈ മറ്റേ പടക്കം പൊട്ടിക്കലും അതേപോലെ അമിട്ടും ഗുണ്ട് പൊട്ടിക്കലും എല്ലാ പരിപാടികളും ഉണ്ട്. തൊട്ടരികിൽ തന്നെ പുകയൊക്കെ വന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക അവിടെ ഒരു പപ്പാഞ്ഞിനെ കത്തിക്കുന്നുണ്ടെന്ന്. അവിടെ നിന്ന് ഞാനപ്പോൾ പുക കണ്ടപ്പോഴേ പറഞ്ഞു അവിടെ എവിടെയോ പപ്പാഞ്ഞിനെ കത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പുക വന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും, അതായത് ഇന്ന സ്ഥലത്ത് തന്നെ പപ്പാഞ്ഞിനെ കത്തിക്കലൊന്നൊന്നുമില്ല. മിക്ക സ്ഥലത്തും ഒരു ഗ്യാങ്ങായിട്ടുള്ള ആൾക്കാർ കൂടി അവരവിടെ പപ്പാഞ്ഞിനെ കത്തിക്കലും അങ്ങനത്തെ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതലും ന്യൂ ഇയർ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ ഏരിയയിലും സെലിബ്രേഷൻ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും സെലിബ്രേഷൻ ഉണ്ടാവും. എൻ്റെ കെട്ടിയാലൊക്കെ ഇതാ മുട്ടൻ തുള്ളലാണ് കിടന്നിട്ട് പാട്ടൊക്കെ വെച്ചിട്ട്. നല്ല ഡാൻസും കൂത്തും നല്ല മേളവും. ചേട്ടൻ മാത്രമല്ല, ഞാനും അത്യാവശ്യം നല്ലോണമൊക്കെ തുള്ളാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിനാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് തുള്ളണം. അവൻ താഴത്തെ അവനെ നിർത്തിയിട്ട് ഇവിടെ താഴത്ത് ഇരുന്ന് തുള്ളണമെന്ന് പറഞ്ഞിട്ട് അവൻ തുള്ളണില്ല. ഞാൻ അവനെ എടുത്ത് പിടിച്ചോണ്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ചേട്ടയുടെ കയ്യിലോട്ട് പോയി. അപ്പോൾ ഞാനവിടെ മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇതാ അങ്കിളുമാരും ആൻറ്റിമാരും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ജോളി ആയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേ. ഇതിനകത്ത് ആകെ വരാത്തത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം ഡാൻസ് ഒന്നും കളിക്കൂല, അമ്മക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അമ്മ കളിക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.